ഹായ് ഫ്രണ്ട്സ്, ചെറുതും വലുതുമായ 42 ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് ജ്വല്ലറി സ്റ്റോക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവയിൽ മാർക്കറ്റ് ലീഡറായിട്ടുള്ള ടൈറ്റാൻ മുതൽ വെറും 2 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള നിയോജം എന്ന സ്റ്റോക്ക് വരെ നമുക്ക് ഈ ലിസ്റ്റ് കാണാൻ കഴിയും. അപ്പോൾ ഇവയിൽ കഴിഞ്ഞ വർഷം 100% മുകളിൽ മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഏകദേശം 13ഓളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അവയിൽ തന്നെ 500% മുകളിൽ റിട്ടേൺ നൽകിയ 3 സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് സ്കൈ ഗോൾഡ് ആണ്, മറ്റൊന്ന് മിനി ഡയമണ്ട്സ്, മറ്റൊന്ന് PC ജ്വല്ലേഴ്സ് ആണ്. അപ്പോൾ ഇവയിൽ ഒരു കോർപ്പറേറ്റ് അനൗൺസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലൈം ലൈറ്റിൽ വന്ന PC ജ്വല്ലേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ September 30 ചേർന്ന PC ജ്വല്ലേഴ്സിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് അവർ പ്രസിദ്ധീകരിച്ച നോട്ട്സ് നോക്കുകയാണെങ്കിൽ കമ്പനി 1:10 എന്ന രീതിയിൽ അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു അപ്രൂവൽ ഈ ബോർഡ് മീറ്റിംഗ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അംഗീകാരം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവരം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ, അതായത് September 30 ഈ സ്റ്റോക്ക് 5% മുന്നോട്ട് പോവുകയും അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഈ സ്റ്റോക്ക് അവിടെ നിന്ന് താഴോട്ട് വന്ന് ലോവർ സർക്യൂട്ടിലും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ 5% ഒരു പ്രൈസ് ബാൻഡാണ് ഇതിൻ്റെ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും തമ്മിലുള്ളത്. കാരണം ഇത് ലോങ് ടേം ASM ലിസ്റ്റിൽ സ്റ്റേജ് 1 ഒരു സ്റ്റോക്കാണ്. 5% മാത്രമാണ് അതിൻ്റെ അപ്പർ ലോവർ സർക്യൂട്ടിൻ്റെ ബാൻഡ്. അപ്പോൾ ഈ 178 രൂപയുടെ റേഞ്ചിൽ വിലയുള്ള ഈ ഒരു സ്റ്റോക്ക് 1:10 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വില സ്വാഭാവികമായിട്ടും അത് 20 താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ആകുമ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈ സ്റ്റോക്കിൽ കൂടും. അപ്പോൾ അതുകൊണ്ട് ആ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈ കമ്പനി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ബിസിനസ്സും അതിൻ്റെ ഫണ്ടമെൻ്റൽസും കൂടി നോക്കുകയാണെങ്കിൽ ഈ PC ജ്വല്ലേഴ്സ് ഗോൾഡ് ജ്വല്ലറിയുടെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ സെയിൽസും അതിൻ്റെ ട്രേഡിങ്ങും ഒക്കെ ചെയ്യുന്ന അത്തരം ഒരു ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഗോൾഡ് ജ്വല്ലറി കൂടാതെ ഡയമണ്ട് സ്റ്റഡഡ് ജ്വല്ലറിയും സിൽവർ ജ്വല്ലറിയും ഇവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ കമ്പനിക്ക് അവരുടേതായ ഒരു ഇൻഹൗസ് ജ്വല്ലറി ഡിസൈൻ ടീം, ഒരു എക്സ്പെർട്ട് ടീം അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ജ്വല്ലറി കളക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പല വിധത്തിലുള്ള ബ്രാൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. അനന്ത്, അതുപോലെ ദശാവതാർ, ബന്ധൻ, ആമർ തുടങ്ങിയിട്ടുള്ള കുറേ വെഡ്ഡിംഗ് കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റും. ഇത് കൂടാതെ ഈ കമ്പനി ഫിസിക്കൽ ജ്വല്ലറി മാത്രമല്ല, അതായത് ഇപ്പോൾ റിങ്സ്, ബാംഗിൾസ്, മംഗലസൂത്ര, കോയിൻസ്, ചെയിൻസ്, ഇത് കൂടാതെ ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് 100 രൂപക്ക് പോലും ഒരു ഗോൾഡ് വാങ്ങാൻ പറ്റും. അത് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പവൻ്റെയൊക്കെ വില ആയിക്കഴിഞ്ഞാൽ ആ പവനക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ ജ്വല്ലറിയൊക്കെ വാങ്ങാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇവർക്ക് ഉണ്ട്. ഇപ്പോൾ FY25 ഒരു ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 57ഓളം ഷോറൂമുകൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അതിൽ 4ഓളം ഫ്രാഞ്ചൈസി ഷോറൂമുകളും നമുക്ക് കാണാൻ കഴിയും. 42 സിറ്റികളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇപ്പോൾ 15ഓളം സ്റ്റേറ്റുകളിലും ഇതിൻ്റെ പ്രസൻസ് നമുക്ക് കാണാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈനാൻഷ്യൽ ഇയർ 22 ഇവരുടെ ഷോറൂമുകളുടെ എണ്ണം 82 ആയിരുന്നു. അവിടെ നിന്നാണ് അത് കുറഞ്ഞിട്ട് ഇപ്പോൾ 57 മാത്രമായിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് 11ഓളം ഫ്രാഞ്ചൈസി ഷോറൂമുകൾ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ കുറഞ്ഞിട്ട് 4 ഫ്രാഞ്ചൈസി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ബിസിനസ്സിൽ എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. മറ്റൊന്ന് ഇവരുടെ ഒരു എക്സ്പോർട്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി അവരുടെ പ്രൊഡക്റ്റുകൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള അവിടെയുള്ള ഹോൾസെയിൽ വിൽപ്പനക്കായിട്ട് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലാണ് ഇവർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ചില ഫേമുകൾ വഴി എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ FY22 ഇവർ ഏകദേശം 12% ഇവരുടെ റവന്യൂവിൽ വിദേശത്ത് നിന്നുള്ള എക്സ്പോർട്ട് വഴിയായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായിട്ട് അത്തരത്തിലുള്ള എക്സ്പോർട്ട് ഡാറ്റകൾ അവൈലബിൾ അല്ല. അത്തരത്തിൽ എക്സ്പോർട്ട് ബിസിനസ് ഈ സ്റ്റോക്കിൽ നടക്കുന്നുമില്ല. കൂടാതെ ഇവർക്ക് ഏകദേശം ഒരു 264 കോടിയുടെ ഒരു എക്സ്പോർട്ട് റിസീവബിൾസ് ഇവർ കിട്ടാനുണ്ട് എന്നാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കമ്പനി നടത്തുന്നത് എന്നാണ് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൻ്റെ ബിസിനസ്സിൽ എക്സ്പോർട്ട് ബിസിനസ്സിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് കാര്യമായിട്ടുള്ളത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. ഏകദേശം 4ഓളം മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 8296 ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് PC ജ്വല്ലേഴ്സ്. ഇവരുടെ ROCയും ROEയും നോക്കിയാൽ 2 നെഗറ്റീവാണ്. അപ്പോൾ കമ്പനി അവരുടെ ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.42 ആണ്. അപ്പോൾ നല്ല ഡെറ്റ് ഈ കമ്പനിക്ക് ഉണ്ട്. അതുപോലെ ജൂൺ 2024 വരെയുള്ള ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു റിസർവ് എന്ന് പറയുന്നത് 2466 കോടിയാണ്.
എന്നാൽ ഇവരുടെ ബോറോയിങ്സ് 4150 അപ്പോൾ ബോറോയിങ്സ് വളരെ അധികമാണ്, റിസർവിനേക്കാൾ വളരെ കൂടുതലാണ്. കൂടാതെ അത് ഓരോ വർഷവും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ വേറൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബോറോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഫിക്സഡ് അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡിക്രീസിങ് ആണ്. അതിപ്പോൾ 71 വന്നിരിക്കുകയാണ്. 115 കോടിയിൽ നിന്നാണ് അത് 71 കോടിയിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫിക്സഡ് അസറ്റിൽ വന്ന ഈ ഒരു കുറവ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാരണം ഇതിൻ്റെ ഷോറൂമുകളുടെ എണ്ണം കുറഞ്ഞതും ഇതൊക്കെ നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. സോ അതുകൂടാതെ ഇതിൻ്റെ ഒരു EPS നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് -6.48 ആണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഒരു PE റേഷ്യോ നമുക്ക് കാണാൻ കഴിയില്ല, കാരണം PE റേഷ്യോ നെഗറ്റീവാണ്. ഇനി കഴിഞ്ഞ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിൻ്റെ CAGR ഗ്രോത്ത് -20%, 5 ഇയേഴ്സിൻ്റെ -41 ആണ്, 3 ഇയേഴ്സിൻ്റെ -40 ആണ്, ട്രെയിലിംഗ് 12 മന്ത്സിൽ അത് -53 ആണ്. അപ്പോൾ സെയിൽസിൽ യാതൊരു ഗ്രോത്തും കാണിക്കുന്നില്ല എന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫണ്ടമെൻ്റലി പല കുഴപ്പങ്ങളും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജ്വല്ലേഴ്സ് തുടങ്ങിയിട്ടുള്ളത് 2 ബ്രദേഴ്സാണ്. ഒന്ന് ശ്രീ പദംചന്ദ് ഗുപ്തയും അതുപോലെ ശ്രീ ബൽറാം ഗാർഗും ചേർന്നാണ് ഈ കമ്പനി ഫോം ചെയ്തത്. ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ളത് മിസ്റ്റർ ബൽറാം ഗാർഗാണ്. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഡീറ്റെയിൽസിൽ ഇവരുടെ പേരുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 2019 ഈ കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ ചെറിയ ഇഷ്യൂ നമുക്ക് കാണാൻ കഴിയും. അവിടെ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ഈ ശ്രീ ബൽറാം ഗാർഗും അതുപോലെ ശ്രീ സച്ചിൻ ഗുപ്തയും അതുപോലെ ശ്രീമതി ശിവാനി ഗുപ്തയും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പേരിൽ. അതിൻ്റെ പേരിൽ സെബി അവർക്കെതിരെ ആക്ഷൻ എടുത്തിരുന്നു. അവർക്ക് പെനാൽറ്റിയൊക്കെ അടക്കേണ്ടി വന്നിരുന്നു. അതുകൂടാതെ അവർ 1 വർഷം ട്രേഡിങ്ങിൽ നിന്ന് ബാൻ ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള PC ഗുപ്ത, അതായത് ഈ പദംചന്ദ് ഗുപ്തയുടെ പേരിലും ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം മാർക്കറ്റിന് പുറത്ത് ഒരു ഗിഫ്റ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂവും ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് കൂടാതെ കമ്പനി ഏകദേശം 4082 കോടിയോളം ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ SBIയുമായിട്ട് വലിയൊരു തർക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 SBI PC ജ്വല്ലേഴ്സിനെ പാപ്പറായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻസോൾവൻസി പെറ്റീഷൻ വരെ SBI കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കടമെടുത്തിട്ടുള്ള ബാങ്കുകളുമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു 1 ടൈം സെറ്റിൽമെൻറ്റിന് പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 14ഓളം ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഇവരുമായിട്ട് ഒരു 1 ടൈം സെറ്റിൽമെൻറ്റിൽ എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഡെറ്റ് റീസ്ട്രക്ചറിങ് ചെയ്യുകയും അങ്ങനെ കമ്പനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SBI ഇവർക്കെതിരെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻസോൾവൻസി പെറ്റീഷൻ അവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ കുറേ ഇഷ്യൂസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ കാരണം ഇവരുടെ ഓപ്പറേഷൻസ് FY22 മുതൽ FY24 വരെ നമുക്ക് വളരെ മോശമായിട്ട് കാണാൻ കഴിയും. ഏകദേശം 62% ഡിക്ലൈൻ അവരുടെ ഓവറോൾ റവന്യൂവിലുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഇതിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്പനി പറയുന്നത് അവർ വളരെ കോൺഫിഡൻ്റ് ആണ്, ഇത്തരം സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ഇത്തരം ലീഗൽ ഇഷ്യൂസൊക്കെ ഇവർ സോർട്ട് ഔട്ട് ചെയ്യുമെന്നും അങ്ങനെ കമ്പനിയെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഫണ്ടമെൻ്റലി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിൽ ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ ഒരു കമ്പനി പക്ഷേ കഴിഞ്ഞ ഒരു വർഷം 500% മൾട്ടി ബാഗർ റിട്ടേൺ എങ്ങനെ നൽകി എന്നുള്ളതാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഡിസംബർ 2022 ക്വാർട്ടർ അത് 61 കോടിയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. പിന്നീട് നോക്കുക മാർച്ച് ക്വാർട്ടർ, 23 ജൂൺ ക്വാർട്ടർ, 23 സെപ്റ്റംബർ ക്വാർട്ടർ, 23 ഡിസംബർ ക്വാർട്ടർ, അതുപോലെ 24 മാർച്ച് ക്വാർട്ടർ വരെ മൊത്തം നഷ്ടത്തിൻ്റെ ഒരു കണക്കാണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. എന്നാൽ നിങ്ങൾ നോക്കുക ഈ ഏറ്റവും ഒടുവിലത്തെ ക്വാർട്ടർ ജൂൺ 2024 ജൂൺ ക്വാർട്ടറിൽ 156 കോടിയുടെ ഒരു പ്രോഫിറ്റാണ് കമ്പനി ഷോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ കമ്പനിയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാകാനുള്ള പ്രധാന കാരണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം കാണാൻ കഴിയും. 2018 ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏകദേശം 31% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ടായിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏകദേശം 2.61% ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അത് വിറ്റഴിച്ച് കുറഞ്ഞു വന്നിട്ട് മാർച്ച് 24 ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 0.93 ആയിട്ട് കുറയുകയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 1.45 ആയിട്ട് കുറയുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ഷെയർ ഹോൾഡിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ ക്വാർട്ടറിൽ അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ആ 0.93 നിന്ന് 2.57 ആയിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 1.45 അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ചെറിയ തോതിൽ ഇപ്പോൾ ബുള്ളിഷ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കൂടാതെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ ഒരേപോലെ ബുള്ളിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഒരു റാലിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.
ഇപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ്മെന്റ് വന്നതോടുകൂടി അത് വലിയൊരു ജമ്പ് നമുക്ക് ഈ ട്രേഡിംഗ് വോളിയത്തിലും കാണാൻ കഴിയും. സെപ്റ്റംബർ 30 നടന്നിട്ടുള്ള ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ അവിടെ 73 ലക്ഷത്തിൻ്റെ ഒരു ട്രേഡ് ആണ് നടന്നത്. അവിടെ അതിൽ തന്നെ ഏകദേശം 40 ലക്ഷത്തോളം ഡെലിവറബിൾ ക്വാണ്ടിറ്റി ആണെന്ന് കാണാൻ കഴിയും. അതായത് 54% ഡെലിവറി ക്വാണ്ടിറ്റിയാണ്. അതേപോലെ തന്നെ ഇന്ന് നടന്ന ട്രേഡിംഗ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് യഥാർത്ഥത്തിൽ വമ്പിച്ച സെല്ലിംഗ് ആണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. ട്രേഡ് ചെയ്ത ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ 2 കോടിക്ക് മുകളിൽ പോയതായിട്ട് കാണാം. കൂടാതെ അതിൽ തന്നെ ഡെലിവറി വോളിയം 33% ഉണ്ട്. അതായത് 84 ലക്ഷത്തോളം ഡെലിവറി വോളിയമാണ്. അപ്പോൾ ഇന്നലത്തേക്കാൾ ഡബിളാണ് ഡെലിവറി ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാവും. അത് ക്ലിയർലി അപ് ട്രെൻഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ ഇടവേളകളിൽ അതിൽ ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും പിന്നെയും മുന്നോട്ട് പോവുകയും പിന്നെയും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എങ്കിലും ഈ സ്റ്റോക്കിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം ഇതിൻ്റെ നെക്സ്റ്റ് ക്വാർട്ടർലി റിസൾട്ടാണ്. കാരണം കഴിഞ്ഞ ക്വാർട്ടറിലാണ് ഈ സ്റ്റോക്ക് പോസിറ്റീവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഈ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 20 രൂപ റേഞ്ചിൽ ഈ സ്റ്റോക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ സമയത്ത് ഈ സ്റ്റോക്ക് അതിൻ്റെ പെർഫോമൻസ് നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല തീരുമാനമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു മൂവ് ഇത് ഷോർട്ട് ടേം ട്രേഡിന് ഒക്കെ ആയിരിക്കാം. എങ്കിലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് 2-3 ക്വാർട്ടറുകളിൽ വന്നുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ കഴിയുള്ളൂ. കാരണം അതിൻ്റെ ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു കമ്പനിയാണ്. കോഷ്യസ് ആയിക്കൊണ്ട് മാത്രം ഈ സ്റ്റോക്കിൽ സമീപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.